നമസ്കാരം. ഓസ്ട്രേലിയയിലുണ്ടായ വെടിവെപ്പിൽ 15 പേർ കൊല്ലപ്പെട്ടു, 40-ലധികം പേർക്ക് പരിക്ക് പറ്റി. ബോണ്ടി കടൽ തീരത്ത് ജൂത വിഭാഗത്തിന്റെ ഹനൂക്ക ആഘോഷത്തിനിടയിലാണ് വെടിവെപ്പുണ്ടായത്. അക്രമികളിൽ ഒരാൾ മരിച്ചു, മറ്റൊരാൾ ചികിത്സയിലാണ്. സംഭവത്തെ തീവ്രവാദ ആക്രമണമായി പരിഗണിച്ചെന്ന് പോലീസ് പറഞ്ഞു. സംഭവം ഓസ്ട്രേലിയയിൽ വൻ നടുക്കമുണ്ടാക്കിയിരിക്കുന്നു. എന്തായാലും നിരവധി പേരെ ഇന്നലെ സിഡ്നിയിലെ വിവിധ ആശുപത്രികളിൽ എത്തിച്ചു. പരിക്കേറ്റവരിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. പ്രാദേശിക സമയം വൈകുന്നേരം 6:30 ഹനൂക്ക ആഘോഷത്തിന് നൂറുകണക്കിന് ആളുകൾ ബീച്ചിൽ തടിച്ചുകൂടിയ സമയത്തായിരുന്നു വെടിവെപ്പുണ്ടായത്. കാമ്പൽ പരേഡിൽ ബോണ്ടി പവലിയന് സമീപമാണ് സംഭവം. ഏകദേശം 50 തവണ വെടിയുതിർത്തതായി ദൃക്സാക്ഷികൾ പറയുന്നു. കുട്ടികളെയും പ്രായമായവരെയും അടക്കം അക്രമി യാതൊരു ദയവുമില്ലാതെ ലക്ഷ്യം വയ്ക്കുകയായിരുന്നു. 10 പേർ കൊല്ലപ്പെട്ടതായി ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് ഇന്നലെ അറിയിച്ചിരുന്നു. കൊല്ലപ്പെട്ടവരിൽ ഒരു അക്രമിയും ഉൾപ്പെടുന്നു. 11 പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. എന്തായാലും മരണസംഖ്യ ഉയർന്ന നിലയിലാണ് ഇപ്പോൾ. 2 തോക്കുധാരികളാണ് ഉണ്ടായിരുന്നത്. 2 പേരും പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും ആദ്യം പുറത്തു വന്നിരുന്നു. റൈഫിളുകളുമായി എത്തിയ 2 തോക്കുധാരികൾ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി കാൽനട പാലത്തിലൂടെ നടന്ന് ആൾക്കൂട്ടത്തിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു. 30-ൽ-അധികം വെടിയൊച്ചകൾ കേട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. ചാനൂക്ക ബൈ ദ സീ എന്ന പേരിൽ കുട്ടികളടക്കം നിരവധി പേർ പങ്കെടുത്ത ജൂത മതപരമായ ആഘോഷമാണ് ഇവർ ലക്ഷ്യമിട്ടത്. വെടിവെപ്പ് നടന്ന സ്ഥലത്തുനിന്ന് സുരക്ഷാ ഭീഷണിയുള്ള വസ്തുക്കൾ കണ്ടെടുത്തതായി വൈകിട്ട് സ്ഥിരീകരിച്ചിരുന്നു. സംഭവ സ്ഥലത്തിന് സമീപത്തു നിന്ന് ഒരു IED ഉൾപ്പെടെയുള്ള സംശയാസ്പദമായ വസ്തുക്കൾ കണ്ടെത്തി. പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ഇവ പരിശോധിച്ചു വരികയാണ്. ആക്രമണത്തിന് തൊട്ടു മുമ്പ് അക്രമികൾ ചില സൂചനകൾ നൽകിയതായി ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ആളുകൾ അവരുടെ കാർ നിർത്തി വിൻഡ്ഷീൽഡിൽ ഒരു ചിഹ്നമുള്ള കറുത്ത കൊടി വെച്ചു. എന്നിട്ട് കാൽനട പാലത്തിലൂടെ നടന്ന് വെടിവെപ്പ് തുടങ്ങി, ഒരു സാക്ഷി ഡെയിലി മെയിലിനോട് പറഞ്ഞു. വെടിശബ്ദം കേട്ട് ആളുകൾ തീരത്തു നിന്ന് അതിവേഗം ഓടുകയും കോൺക്രീറ്റ് മതിലുകൾക്ക് പിന്നിലും ചിലർ രക്ഷപ്പെടാൻ കടലിലേക്കും ഓടുന്നത് കണ്ടതായി മറ്റ് ദൃക്സാക്ഷികളും പറഞ്ഞു. വെടിവെപ്പ് നടന്ന സ്ഥലത്തു നിന്ന് വളരെ അകലെയായി ഫുട്പാത്തിൽ ഒരാൾ വെടിയേറ്റ് രക്തം വാർന്ന് കിടക്കുന്നത് കണ്ടതായും സാക്ഷികൾ പറയുന്നു. തോക്കുധാരികളായ 50-കാരനായ അച്ഛനും 24-കാരനായ മകനുമാണ് ആക്രമണം നടത്തിയതെന്ന് ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടുണ്ട്. അതേസമയം മറ്റാരും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള നിഗമനം. ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ബോണ്ടി കടൽ തീരത്ത് ജൂത വിഭാഗത്തിന്റെ ഹനൂക്ക ആഘോഷത്തിനിടയിലാണ് വെടിവെപ്പുണ്ടായത്. അക്രമികളിൽ ഒരാൾ മരിച്ചു, മറ്റൊരാൾ ചികിത്സയിലാണ്. സംഭവത്തെ തീവ്രവാദ ആക്രമണമായി പരിഗണിച്ചെന്ന് പോലീസ് പറഞ്ഞു. ജൂതമത ആഘോഷമായ ഹനുക്കയുടെ ആദ്യ ദിനത്തിൽ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന കൂട്ട വെടിവെപ്പ് ജൂത സമൂഹത്തെ ലക്ഷ്യമിട്ടുള്ള ഭീകരാക്രമണമാണെന്ന് ഓസ്ട്രേലിയൻ അധികൃതർ സ്ഥിരീകരിച്ചു. സംഭവത്തിൽ കുട്ടികളും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെടുകയും 29 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു.